ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലേ? ഗൾഫ് മേഖലയിലെ അമേരിക്കൻ രഹസ്യ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൃത്യമായ ഡ്രോൺ ആക്രമണങ്ങൾ വെറുമൊരു സൈനിക നടപടി ആയിരുന്നില്ല, മറിച്ച് ആഗോള ശക്തികളുടെ നിഴൽ യുദ്ധത്തിലെ പുതിയ അധ്യായമായിരിക്കാമെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ മാത്രമായിരുന്നോ, അതോ അത്യാധുനിക സാങ്കേതിക വിദ്യയും നിർണായക വിവരങ്ങളും നൽകി റഷ്യയും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അന്തിമ നിഗമനത്തിലെത്തിയിട്ടില്ലെങ്കിലും അന്വേഷണം ഇപ്പോൾ റഷ്യയുടെ സാധ്യതയുള്ള പങ്കിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആരോപണങ്ങൾ ശരിവെക്കപ്പെടുകയാണെങ്കിൽ അത് അമേരിക്ക, റഷ്യ, ഇറാൻ ബന്ധങ്ങളെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സമവാക്യങ്ങളെയും ആഗോള ഭൗമരാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയാകുമെന്നാണ് വിലയിരുത്തൽ. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം മാർച്ചിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ രഹസ്യ CIA കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ഡ്രോണുകളുടെ കൃത്യതയും ലക്ഷ്യങ്ങൾ തെരഞ്ഞെടുത്ത രീതിയും സാധാരണ സൈനിക നടപടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ. ഇതോടെ ഇറാന് റഷ്യ അതീവ രഹസ്യമായ ടാർഗറ്റിംഗ് വിവരങ്ങളോ സാങ്കേതിക സഹായമോ ഡ്രോൺ നവീകരണങ്ങളോ നൽകിയിട്ടുണ്ടോ എന്ന സാധ്യതയാണ് അമേരിക്കൻ ഏജൻസികൾ പരിശോധിക്കുന്നത്. റോയിട്ടേഴ്സിനോട് സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട 4 വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇതുവരെ റഷ്യയുടെ നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ഗണ്യമായി ശക്തിപ്പെട്ട സാഹചര്യത്തിൽ റഷ്യ അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഡ്രോൺ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ സഹകരണത്തിലും ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം പുലർത്തുന്നതും അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിന് ഇരയായ കേന്ദ്രങ്ങളിൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള അമേരിക്കൻ എംബസിക്കുള്ളിലെ CIA സ്റ്റേഷനും കിഴക്കൻ ഇറാഖിലെ CIAയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ കേന്ദ്രവും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ കൂടുതൽ CIA കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടതായി അന്വേഷണവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അവയുടെ സ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ല. വിദേശ രാജ്യങ്ങളിലെ CIA സ്റ്റേഷനുകൾ, സുരക്ഷാ കേന്ദ്രങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, രഹസ്യ ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവ അമേരിക്കയുടെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളിൽ ഒന്നാണ്. ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ഡ്രോണുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളുടെ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയ പതിപ്പുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് ചില പാശ്ചാത്യ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ആദ്യ ഡ്രോൺ കെട്ടിടത്തിന്റെ ദുർബലമായ ഭാഗത്ത് ദ്വാരം സൃഷ്ടിക്കുകയും രണ്ടാമത്തെ ഡ്രോൺ അതിലൂടെ അകത്തുകയറി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഡ്രോണുകളുടെ കൃത്യത അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഡ്രോണുകളുടെ നാവിഗേഷൻ സംവിധാനത്തിലും റഷ്യയുടെ പങ്ക് അന്വേഷിക്കപ്പെടുന്നുണ്ട്. റഷ്യ വികസിപ്പിച്ച കോമെറ്റ M സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് ചില സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഈ സംവിധാനം പരമ്പരാഗത നാവിഗേഷൻ സാങ്കേതിക വിദ്യകളെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയുള്ളതും ഇലക്ട്രോണിക് ജാമിങ്ങിനെ ചെറുക്കാൻ കൂടുതൽ ശേഷിയുള്ളതുമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാങ്കേതിക വിദ്യ ഇറാനിലേക്ക് കൈമാറിയെന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നുവെങ്കിലും അത്തരം ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചിരുന്നു. അതേസമയം ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്നതും അന്വേഷണത്തിന്റെ പ്രധാന വിഷയമാണ്. CIA കേന്ദ്രങ്ങളെയാണോ ലക്ഷ്യമിട്ടത്, അതോ അമേരിക്കൻ എംബസിയെ ലക്ഷ്യമിട്ട ആക്രമണത്തിനിടെ CIA കേന്ദ്രങ്ങൾ ബാധിക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കി ആക്രമണം നടത്താൻ ആവശ്യമായ വിവരങ്ങൾ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്റലിജൻസ് ശൃംഖലയെ കണ്ടെത്താൻ അമേരിക്കൻ ഏജൻസികൾ ശ്രമം തുടരുകയാണ്. ജോർദനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം ഇറാൻ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. എന്നിരുന്നാലും CIA കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ റഷ്യ നേരിട്ട് പങ്കെടുത്തുവെന്ന് സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിലപാട്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഗൾഫിലെ ഈ അതീവ രഹസ്യ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ മാത്രമായിരുന്നോ, അതോ റഷ്യയുമായുള്ള വളർന്നുവരുന്ന സൈനിക സഹകരണം ഈ ഓപ്പറേഷനുകൾക്ക് പുതിയ കരുത്ത് നൽകിയോ? ഒരു കാലത്ത് നയതന്ത്ര തലത്തിൽ മാത്രമായിരുന്നു റഷ്യ ഇറാൻ ബന്ധമെങ്കിൽ ഇന്ന് പ്രതിരോധം, ഡ്രോൺ സാങ്കേതിക വിദ്യ, മിസൈൽ വികസനം, രഹസ്യാന്വേഷണ സഹകരണം തുടങ്ങി നിരവധി മേഖലകളിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ അന്വേഷണം റഷ്യയുടെ പങ്ക് സംബന്ധിച്ച വ്യക്തമായ തെളിവുകളിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു ഡ്രോൺ ആക്രമണത്തിന്റെ കഥ മാത്രമായിരിക്കില്ല. ലോകശക്തികളുടെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള പുതിയ അധ്യായത്തിന്റെ തുടക്കം കൂടിയായിരിക്കും അത്.